ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 കൂട്ടുകാർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ഈ വർഷം എല്ലാവർക്കും ഒരേ സംശയങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. നമ്മുടെ +1ൻ്റെയും +2ൻ്റെയും വാല്യൂഷൻ എങ്ങനെയാണ്, ലിബറലാണോ സ്ട്രിക്റ്റ് ആണോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഇവിടെ 3 സബ്ജക്റ്റാണ് എടുക്കുന്നത്. ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 3ൻ്റെയും കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരുപോലെയാണോ വാല്യൂഷൻ, അതോ സ്ട്രിക്റ്റ് ആണോ, അതോ ലിബറലാണോ? അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം, എന്തായാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ആദ്യം തന്നെ സയൻസ് എടുക്കാം. അപ്പോൾ സയൻസിനെന്ന് വെച്ചാൽ 2 വശമുണ്ട്. കുറേ പേര് പറയാറുണ്ട് സ്ട്രിക്റ്റ് ആണ്, കുറേ പേര് പറയാറുണ്ട് ലിബറലാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അത് മെയിനായിട്ടുള്ള കാര്യമാണ് ഈ ഡബിൾ വാല്യൂഷൻ. അപ്പോൾ ഈ ഡബിൾ വാല്യൂഷൻ കൂടെ സയൻസിൽ വരുന്നതുകൊണ്ട് ഏറെക്കുറെ പേരും വിചാരിച്ചിരിക്കുന്നത് പറഞ്ഞു വെച്ചാൽ ഈ സയൻസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡബിൾ വാല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ടീച്ചർ മാത്രമല്ല ഇരുന്ന് വാല്യൂ ചെയ്യുന്നത്, 2 ടീച്ചർമാരായിരിക്കും വാല്യൂ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു ടീച്ചർ നോക്കിയിട്ടുള്ള പേപ്പർ അടുത്ത ടീച്ചറിന് കൊടുക്കുക. അപ്പോൾ ആ ടീച്ചറാണെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ അല്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് എന്ന് വെച്ചാൽ ഈ 2 ടീച്ചേഴ്സുമാർ ഇട്ട് തരുന്നത് ചിലപ്പോൾ മറിഞ്ഞെന്നൊക്കെ ഇരിക്കും. ചിലപ്പോൾ ആ ടീച്ചർ നോക്കി അതേ കാര്യങ്ങളായിരിക്കും ഈ ടീച്ചർക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു മാറ്റം ഇല്ലാതെ തന്നെ അവിടെ അങ്ങ് പോകും. ചില സാഹചര്യങ്ങളിൽ ഒരു ടീച്ചർ പാവവും ഒരു ടീച്ചർ സ്ട്രിക്റ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയെന്ന് വരും. അപ്പോൾ അതാണ് ഡബിൾ വാല്യൂഷൻ. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ലിബറലാണോ സ്ട്രിക്റ്റ് ആണോ? ഞാൻ ഒന്നും നിങ്ങൾക്ക് പറയുന്നുള്ളൂ, ലിബറലാണെന്നും പറയാം, ലിബറൽ അല്ലെന്നും പറയാം, സ്ട്രിക്റ്റ് ആണെന്നും പറയാം. നമ്മുടെ പേപ്പർ വാലിഡേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സും അല്ലെങ്കിൽ സാറുമാർ പലരും പല വിധത്തിലായിരിക്കും നമ്മുടെ പേപ്പറെല്ലാം വാലിഡേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ടും ഈ സയൻസിലെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഈ ബാക്കി 2 വിഷയങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെയിനായിട്ടും സയൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. സയൻസിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങളിലോട്ട് തിരിഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് കാണിക്കണം. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പിള്ളേരെ തോപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല, മാർക്ക് നോക്കിയും കണ്ടുമൊക്കെ ഇടത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാതൊന്നും ഇരിക്കത്തില്ല. മാക്സിമം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കത്തുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ കൊമേഴ്സ്. അപ്പോൾ കൊമേഴ്സ് എന്ന് വെച്ചാൽ കണക്കുകളുടെ കളിയല്ലേ. അപ്പോൾ അത് എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ടല്ലേ വാല്യൂ ചെയ്യുന്നതാണ് കുറേ കൂട്ടരുടെ സംശയം. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കൊമേഴ്സ് നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും 2 ആയിട്ട് തന്നെ പറയാം, എന്നുവെച്ചാൽ ഒരുമിച്ച് തന്നെ പറയാം. കാരണം രണ്ടും ഏകദേശം ഒരുപോലെയാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഈ 2 വിഷയങ്ങളും പൊതുവെ ലിബറലായിട്ടാണ് നോക്കുന്നത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമല്ല നോക്കുന്നത്. എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടല്ല നോക്കുന്നത്, ലിബറലായിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന കൂട്ടുകാർ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് രണ്ടും ലിബറലായിട്ടാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എവിടെയൊക്കെ മാർക്ക് ഇടാൻ പറ്റുമോ എന്നാണ് ടീച്ചേഴ്സ് നോക്കുന്നത് ഈ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾ ഒന്നും ആലോചിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ +2 എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും +2 ആണ് ഏറ്റവും വലിയ കടം വരുന്നത്. 10ാം ക്ലാസ് എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും 10ാം ക്ലാസ്സാണ് ഏറ്റവും വലിയ കടം വരുന്നത്. പക്ഷേ ഈ 10ഉം +2 ഒന്നും അല്ലെന്ന് നിങ്ങൾ ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്ര കണ്ട് ഇതിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ ലെവലിലൊന്നും അല്ല ഇത് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലെവലൊന്ന് മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ വർഷം പോലെ തന്നെയാണ് ഈ പ്രാവശ്യവും. ഇതിന് മാറ്റങ്ങളൊന്നുമില്ല. സയൻസിനെ അപേക്ഷിച്ച് ഈ 2 വിഷയങ്ങളെല്ലാം ലിബറലായിട്ടാണ് നോക്കുന്നത്. മറ്റേത് കുറച്ച് ലിബറലാണ്, എന്നാൽ കുറച്ച് സ്ട്രിക്റ്റുമാണ്. അങ്ങനത്തെ രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, അത് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത്രയുള്ള വീഡിയോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ എന്തായാലും അറിയത്തില്ല, അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടന്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നേക്കും. അതുവരെയും ബൈ.